സ്ത്രീകളുടെ 40s-നും 50s-നൊക്കെ ഇടക്കാണ് പൊതുവെ മെനോപോസ് അഥവാ ആർത്തവവിരാമം നടക്കാറുള്ളത്. ക്ഷീണം, തളർച്ച, ഉറക്കമില്ലായ്മ, ടെൻഷൻ, ആൻസൈറ്റി, മൂഡ് സ്വിങ്സ്, ഇങ്ങനെ പലതരത്തിലുള്ള മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ ഈ ഒരു സമയത്ത് അവർ ഫേസ് ചെയ്യാറുണ്ട്. സർജറി റിലേറ്റഡ് ഒക്കെ ആയിട്ടാണ് ഇവർക്ക് മെനോപോസ് പൊതുവെ വരുന്നെങ്കിൽ ഈ ചേഞ്ചസ് ഒക്കെ തന്നെ സഡൻ ആയിരിക്കും. കുട്ടിക്കാലത്ത് പൊതുവെ കുട്ടികൾ അമ്മമാരോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും അല്ലേ. എന്നാൽ ഒരു അഡൽട്ട് ഫേസിൽ എത്തുമ്പോൾ അവർ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുമ്പോഴോ അല്ലെങ്കിൽ ഒരു കരിയറിലേക്ക് എത്തുമ്പോഴോ ഒരു മാരേജ് റിലേഷൻഷിപ്പിലേക്കൊക്കെ എത്തുമ്പോൾ പൊതുവെ അമ്മമാരായിട്ട് ഡിറ്റാച്ച്ഡ് ആവുന്നതായി കാണുന്നുണ്ട്. കൂടാതെ അവർ തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ഒരു സ്ത്രീ അവരുടെ കല്യാണത്തിന്റെ തുടക്കകാലം മുതൽ സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് ഇമോഷൻസും കാര്യങ്ങളൊക്കെ അവർ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങുന്നത് ഈ മെനോപോസ് ഫേസിലാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളോട് മാത്രമല്ല അവരുടെ പാർട്ട്ണറിനോടും ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പണ്ടൊരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ സംസാരിച്ച് തീർത്തിരുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവാം. എന്നാൽ ഇന്നൊരു കോൺഫ്ലിക്റ്റ് വന്നാൽ ഒന്നല്ലെങ്കിൽ ഹസ്ബൻഡ്സിനെ അവോയ്ഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് അവരിൽ നിന്ന് ഇറിറ്റേറ്റഡ് ആവുകയൊക്കെ ചെയ്യാം. ഈ ഒരു സമയത്ത് കൂടുതലും അവരുടെ ഈ ബിഹേവിയറൽ ആൻഡ് ഇമോഷണൽ ചേഞ്ചസിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരെ കൂടുതൽ ഫാമിലി സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ അവർക്ക് ഈ ഒരു സ്റ്റേജ് മാനേജബിൾ ആകാം. അവരെ കേൾക്കാൻ ശ്രമിക്കുക, അവരുടെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യുക, അവരെ സെൽഫ് ഫോക്കസ് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുക, അവരുടെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഒരു പരിധി വരെ അവരുടെ ഇന്റർപേഴ്സണൽ ഇഷ്യൂസിനെയും ഈ ഒരു സ്റ്റേജിൽ ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും.